കിഷ്കിന്ധാകാന്ഡം. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാ ശേഷവും ചൊല്ലു നീ. ചൊല്ലുവനെങ്കിൽ അങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സോന കൗസല്യാതനേൻ അവരജൻ തന്നോടും പമ്പാസരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിയിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്ത പൂർണ്ണസ്ഥലം ഉൽബുല്ല പത്മകൽഹാര കുമുദ നീലോൽപുലമണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുടഗോയഷ്ടി സർപ്പ സിംഹ വ്യാഘ്ര സൂകര സേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദബസൽബല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നേടിനാൻ. ഹനുമാൻ സംഗമം. എത്രയെത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമദാക്ഷസാന്തകം. ശ്രീ ഹനുമാൻ സ്വാമി നമഃ. കാലേ വസന്തേഷു ശീതളേ ഭൂതലേ പുലോകപാലബാലന്മാരിരുവരും ഋഷ്യമോകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ട വിപ്രലാപത്തോടും സീതാവിരഹം പുറഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദി കലർന്നു നടന്നെടുക്കും വിതോപിതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോടും കുതിച്ചു മാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിടിനാൻ അരിവരുന്നിരുവർ സന്നദ്ധരായി. നേരെ ധരിച്ചോ വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊല്ലുകയാൽ എന്നെ ബലാൽ ഇന്നു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലേ. വിക്രമമുള്ളവരെത്രയും തേജസാ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നത് ചാപബാണാദിശസ്ത്രങ്ങളുമുണ്ടല്ലോ. നീയൊരു വിപ്രവേശം പൂണ്ടവരോട് വായുസുതാ ചെന്ന് ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടും നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദം അന്തസ്മേര സ്വപ്നയാ പിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതന്മാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷം ആലംബ്യ സാദരം അന്യസാ ചെന്നു നമസ്കരിച്ചിടിനാൻ. അഞ്ജനാ പുത്രനും ഭർത്തൃപാദാംബുജം കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി. അങ്കജൻ തന്നെ ജയിച്ചു ഒരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങൾ ഇരുവരും ആരെന്നറികയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണം എന്നോട് സാദരം. ദിക്കുകൾ ആത്മഭാസൈവ ശോഭിപ്പിക്കും അർക്ക നിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസി ബാധി സദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതെന്നിയെ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മനുഷ്യാകാരേണ സഞ്ചരിക്കുന്നിതോ ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നു രാജന്യപേക്ഷേണ പിറന്നോര് പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവന്മാർ കർത്തം ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ അദ്വൈതലീലയാ നിത്യസ്വതന്ത്രന്മാർ മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിൽ ഇന്നു തോന്നുന്നു നിരന്തരം. ഇത്തം പറഞ്ഞു തൊഴുത നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യസഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നുടെ നാമം ദശരഥ ഭൂമി പാലേന്ദ്ര തനയൻ ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ. ജതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നോട് ഭാമിനി കൂടവേ. താത നിയോഗേന കാനന സീമനിയാതന്മാരായി തപസ് ചെയ്തിടുവാൻ ദണ്ഡകാരുണ്യെ വസിക്കുന്ന നാളത് രണ്ടനായൊരു നിശാചരൻ വന്നുടൻ. ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീലവളെ ഒരിടത്തമെന്നി കവണ്ട് കിട്ടി നിന്നെ നീ ആരടോ സഖേ. ചൊല്ലിയിടുകെന്നത് കേട്ടോരു മാരുതി ചൊല്ലിനാൻ കുപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ
പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കബീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂഖാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാനവൻ തന്നെ ഭൃത്യനായുള്ള ഒരു വാനരൻ, വായുധനയൻ മഹാമതേ. നാമധേയം ഹനുമാനജ്ഞനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോടു സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. വേല ചെയ്യാമതിനാവോളം ആശു ഞാൻ ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. തം തിരുമനസ്സിങ്കൽ എഴുന്നള്ളുകൾ താപമെല്ലാം അകലം ദയാനിതേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്നു തിരുമുമ്പിലമാറുമാരുതേ. പോകാം മമസ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുലഭാവം അകലെ കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകളോർത്ത് കണ്ടുൽപ്പലനേത്രൻ അനുവാദവും ചെയ്തു സുഗ്രീവ സഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലമ്മറങ്ങെടുത്തു നടന്നിതോ മാരുതി. സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രങ്ങളകനീ ഭാസ്കരനന്ദന. ഭാഗ്യമഹോഭാഗ്യം ഓർത്തോളം എത്രയും ഭാസ്കര വംശസമത്ഭവന്മാരായ രാമനൻ ലക്ഷ്മണനാകും അനുജനം കാമദാനാർത്ഥം പിടേക്കെഴുന്നള്ളി. സുഗ്രീവനോടിവണ്ണം പറഞ്ഞ അദ്രീശ്വരഗ്രേ മഹാദർച്ഛായാതലേ തഥാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിയിടിനാൻ. വാദാത്മജൻ പരമാനന്ദവൾ കൊണ്ടു നിധിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ. ഭീതികളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായോരു യോഗേശ്വരന്മാരെ. ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനെ. വേഗേന ചെന്ന് വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായോരു സുഗ്രീവനും നേരം ആദരപൂർവമുത്തായ സംഭ്രമം. ഇഷ്ടമനാതിരിരുന്നരുളിയിടുവാൻ ഇഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ അത് നേരം ഇഷ്ടനാമാരുതി. ലക്ഷ്മണനും ഒടിച്ചിട്ടത് കണ്ട് സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാലുടിച്ചിട്ടരുളിയിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാൻ. നഷ്ടമായി വന്നിതോ സന്താപസംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം ധീരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാന്നറിഞ്ഞു തരുന്നുണ്ടോ നിർണയം. ശത്രുവിനാശത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം ദവാജ്ഞാവശാൽ. ഏതുമിതും രൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ട് ഞാൻ. ഞാനൊരവസ്ഥ കണ്ടേൻ ഒരു നാളത് മാനവ വീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രികൾ 4 പേരും ഞാനുമായി ജ്രാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാൻ. ഒരു രക്ഷോ വരുന്നത് നേരം അസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി. രാമരാമേതി മുറയിടുന്നോൾത്തവ ഭാമിനി തന്നെ അവൾ എന്നതേ വരൂ. ഉത്തമയാമവൾ ഞങ്ങളെ പർവ്വതേന്ദ്രത്വമങ്കേ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനത് കണ്ടിങ്ങെടുത്ത് സൂക്ഷിച്ചു വച്ചേനത് കാണണമെങ്കിലോ കണ്ടാലും. ജാനകി ദേവി തന്നെ ആഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തുകൊണ്ടോ വന്ന് മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കേ പിരിഞ്ഞിതോ നിങ്ങളും തന്നുങ്കയാകിയ വൈദേഹിയോടയോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാദേ നളിനതളായതലോചനെ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാതിപൂർവം തിരുമാറിലമൂർത്തിയം. പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന ലാഘവനോട് പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും അർക്കിട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുള്ളാം സീത പ്രഭോഹരേ. സുഗ്രീവനും പറഞ്ഞാനത് കേട്ടുടൻ വ്യഗ്രിയായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം. ധരിത്രീപതേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ ദക്ഷണം കേട്ട് ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ മർക്കിട ശ്രേഷ്ഠനാം മാരുതി നേരം അഗ്രിയെയും ജ്വലിപ്പിച്ച് ശുഭമായ ലഗ്നവും പാർത്തു ചെയ്യിപ്പിച്ചു സഖ്യവും.
സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ച ആത്മഖേദം കളഞ്ഞുത്തങ്കമായി ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിന്മൂലമെല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. വിരോധ കാരണം പണ്ടുമായാവി എന്ന ഋഷീശ്വരൻ ഉണ്ടായതുമയൻ തന്നെ പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവനുദ്ധതനായി നടന്നിടം ദശാന്തരെ. കിഷ്കിന്ധയാമ്പുരിമുക്ക് വിളിച്ചത് മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ടത് കുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ മുഷ്ടികൾ കൊണ്ട് താടിച്ചതുകൊണ്ട് അതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടി എത്തിയിടിനാൻ. ഞാനും അതുകൊണ്ട് ചെന്നിതോ പിന്നാലെ. ദാനവൻ ചെന്നു ഗുഹയിൽ പുൽതോം അനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാനിതിൻ ബുക്കിവൻ തന്നെ ഒടുക്കുവൻ നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരുകിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴ്ക നീ. ഇത്തം പറഞ്ഞതിൻ ബുക്കിത് ബാലിയും തത്ര വിലദ്വാരി നിന്നേൻ അടിയനും. പോയതു കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കബീശ്വരൻ. വന്നിത് ചോര വിലമുഖം തന്നിൽ നിന്നുള്ളിൽ നിന്ന് വന്നു പരിതാപം. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനെന്തതാം. ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ധ ഭൂകീടിനേൻ മർക്കട വീര്യം ദുഃഖിച്ചത് കാലം. വനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാർ എനിക്കു ചെയ്തിടിനാർ. തിന്നിത് കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ തഥാം. കല്ലിട്ടു ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാൻ എന്നോർത്ത് കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാൻ എല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞിങ്ങം. നീളെ നടന്നുഴന്നിടം ദിശാന്തരേ ബാലി വരികയില്ല അത്ര ശാപത്തിനാൽ. ദൃശ്യമുഖാചിലേ വന്നിരുന്നിടിനേൻ വിശ്വാസമോട് ഞാൻ. വിശ്വനാഥ വിഭോ ഉടനാം ബാലി പരിഗ്രഹിച്ചിടിനാൻ. ഉടരാഗമ്മ വല്ലഭ തന്നെയും നാടും നഗരവും പത്നിയും എന്നോട് വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. തൊൽപാദപം കേരുക സ്പർശകാരണാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ തവ. ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും നിത്യവും എല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യം ഇതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ഭാനുതനേനും ഇങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം. ഇല്ല അവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുവിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാകിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ചു പതിപ്പിച്ച് ഭൂമിയിൽ ഭംഗം വരുത്തി ചാവിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ ചുഴറ്റി എറിഞ്ഞതു. രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി പോൻ ദൃശ്യമുഖാജലത്തിങ്കൽ വരുന്നായിൽ. ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പോകമത് ബാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടോ കബീന്ദ്രനും. അന്ന് തുടങ്ങി ഇവിടെ വരുവീല ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മനസ്സേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുവിതന്റെ തല ഇത് കാണുകൊരു ഒന്തരം പോലെ കിടക്കുന്നതോ ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തന് കൊന്നുകൂടും കവിവീരനെ നിർണയം. എന്നത് കേട്ട് ചിരിച്ചു രഘുത്തമൻ തന്നോട് തൃക്കാൽ പെരുവിരൽ കൊണ്ടത് തന്നെ എടുത്തു മേൽപോട്ടെറിഞ്ഞിടിനാൻ ചെന്നു വീണു. ദശയോജന പര്യന്തം എന്നത് കണ്ടു തെളിഞ്ഞു സുഗ്രീവനും തന്നുടെ മന്ത്രികളും വിസ്മയപ്പെട്ടു. നന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നിന്നിടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാൻ. മന്നവ സപ്തസാലങ്ങൾ ഇവയല്ലോ. ബാലിക്ക് മൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ 7 ഇവയെന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോവും 7നും. വട്ടത്തിൽ നിൽക്കും അവരറ്റെ ഒരമ്പെയ്ത് പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ ഈ ദൃശ്യം കേട്ടൂരു സൂര്യാന്നയോത്ഭൂതനാകിയ രാമനും ചാവങ്കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്തരുളിയിടിനാൻ. സാലങ്ങളേഴും പിളർന്നു പുറപ്പെട്ട് ശൈലവും ഭൂമിയും ഭേദിച്ചു. പിന്നെയും ബാണം ജ്വലിച്ചു തിരിഞ്ഞു വന്ന ആശുതൻ തുണീരമമ്പോട് ബുക്കോരനന്തരം വിസ്മിതനായ ഒരു ഭാനുതനേനും സസ്മിതം കുപ്പി തൊഴുതു ചൊല്ലിയിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവു സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം. പണ്ടു ഞാൻ ചെയ്തു ഒരു പുണ്യബലോദയം കൊണ്ട് കാണുവാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്ന ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കിയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും
വ്യർത്ഥമത്രേ തവമായ വിരചിതം. ആകയാൽ മേ മഹാദേവദേവേശ മറ്റാകാംക്ഷയിൽ ലോകീശ പ്രസീതമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്തഭാഗ്യബലോദയാൽ മണ്ണിനായി ഒഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ. ധർമ്മദാന വ്രതതീർത്ഥതപകൃതം കർമ്മപൂർത്തിഷ്ടാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹുസംസാര നാശനം നിർണയം തൊൽപാദ ഭക്തി കൊണ്ടിനിയേ. തൊൽപാദപത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ദുൽകൃപാബലം. യാതൊരുത്തന്നു ചിത്തം നിന്തിരുവടി പദാംബുജത്തിലിളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലും എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങണം അജ്ഞാനം അനർത്ഥതം. ചിത്തം ഭവാങ്കൽ ഉറക്കാകിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം. ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേററ്റു നല്ലനായേറ്റം. വിശുദ്ധനാം നിർണയം മദ്യവനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ല നീക്കിയതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ. മുകുന്ദ ദയാനിധേ തൊൽപാദ ഭക്തി മാർഗോപദേശം കൊണ്ടും അൽപാപമുൽപ്പാടയത്ര ലോകിപതേ. ശത്രു മധ്യസ്ഥമിത്രാതിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതൂപതേ. തൊൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായതോ കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗൽപതേ. തൊൽപാദ പങ്കജത്തിങ്കൽ ഉറക്കേണം എപ്പോഴും ഉൾക്കാംരമാപതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയാകേണം എന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാപൂരഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യുക വരേക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരിക എന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം. കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരേണം സദാ നിന്നുടെ ചാരുചരിതം ധരാവതേ. മച്ചരണദ്വയം സഞ്ചരിച്ചീർണം അച്യുത ക്ഷേത്രങ്ങൾ തോറും ദിഗപതേ. ത്വൽപാദപാം സുതീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപതേ. ഭക്ത്യാ നമസ്കരിക്കായി വരേണം മുഹുരുത്തമാങ്കം കൊണ്ട് നിത്യം ഭവൽപദം. ഇത്തം പുകഴ്ന്ന സുഗ്രീവന് രാഘവൻ ചിത്തം കുളിർത്ത് പിടിച്ചു പൊൽകീഴിനാൻ. അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായ തത്ര മോഹിപ്പിച്ചു തന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി പാലി സുഗ്രീവ യുദ്ധം. സത്യസ്വരൂപൻ ചിരിച്ചരുളിച്ചിതു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്ന് വിളിക്ക് യുദ്ധത്തിന് കാലം കളയരുതേതും ഇനിയിടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്ന നിർണയം. അർക്കാത്മജനത് കേട്ടു നടന്നിതോഷ്കേന്തയാം പുരി നോക്കി നിരാകുലം. അർക്കകുലോത്ഭവന്മാരായ രാമന ലക്ഷ്മണ വീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാര യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ. വൃത്തിരുഹവും മറഞ്ഞു നിന്നിടിനാ മിത്രഭാവേന രാമാദികൾ അന്നേരം. ക്രുദ്ധനാം ബാലിയിൽ അറിവന്നിടിനാൻ മിത്രതനേനം ഭക്ഷസി കൊത്തിനാൻ. വൃത്രാരിപുത്രനും മിത്രതനേനൻ 100 ആശു വലിച്ചു കൊത്തിയിടിനാൻ. ബദ്ധരോഷേണ പരസ്പരം തമ്മിൽ യുദ്ധം അതീവ ഭയങ്കരമായതോ. രക്തമണിഞ്ഞേകരൂപധരന്മാരായി ശക്തി കലർന്നവരൊപ്പം വരുന്നേരം. മിത്രാത്മജനേത് വൃത്രാരിപുത്രനേതിത്വം തിരിച്ചറിയാവല്ലൊരുത്തനും. മിത്രവിനാശന ശങ്കയാ രാഘവൻ അസ്ത്രപ്രയോഗവും ചെയ്തീലതു നേരം. വൃത്രാരിപുത്രമുഷ്ടി പ്രയോഗം കൊണ്ട് രക്തവും ഛർദിച്ച ഭീതനായോടിനാൻ. മിത്രധനേനും സത്തരമാർത്തനായി വൃത്രാരിപുത്രനും ആലയം പൊക്കിതു. മിത്രസ്ഥനായി വന്നു മിത്രധനേനും തൃത്തീരുഹാന്തികെ നിന്നരുളിയിടുന്ന. മിത്രാനയോത്ഭൂതനാകെ രാമനോടെത്രയുമാർത്തിയ പരുഷങ്ങൾ ചൊല്ലിനാൻ. ശത്രുവിനെ കൊണ്ടു ചൊല്ലി കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തതറിഞ്ഞില്ല ഞാനയ്യോ. വദ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടിതാൻ തന്നെ. സത്യം പ്രമാണമെന്നോർത്തതേമ്പുന എത്രയും ഭാരം പിഴച്ചു ദയാനിതേ. സത്യസന്ധൻ ഭവാൻ എന്നു ഞാൻ ഓർത്തതും വ്യർത്ഥമാത്രേ ശരണാഗത വത്സലാം. മിത്രാത്മജോത്യളിത്തരമാകുലാൻ ശ്രുത്വാരു കൂത്തവനുത്തരം ചൊല്ലിനാൻ. ബദ്ധാശ്രുനേത്രനെ ആലിംഗനം ചെയ്തു ചിത്തെ ഭയപ്പെടായതും മമസഖേ. അത്യന്തരോഷ വേഗങ്ങൾ കലർന്നോരുദ്ധമധ്യേ ഭവന്മാരെ തിരിയാഞ്ഞ്. മിത്രഘാതിത്വം ആശങ്ക ഞാൻ അന്നേരം മുക്തവാനായതിൽ അസ്ത്രം ധരിക്ക നീ. ചിത്തഭ്രമം വരായ്വാൻ ഒരടയാളം മിത്രാത്മജ നിനക്കുണ്ടാക്കുവനിനി. ശത്രുവായുള്ള ഒരു ബാലിയെ സത്വര യുദ്ധത്തിനായി വിളിച്ചാലും മടിയാതെ. വൃത്രവിനാശനപുത്രനാം അഗ്രജൻ മൃത്യുവശാഗതനെന്നുറച്ചിടുന്നീ. സത്യമിതമഹൻ രാമനെന്നാകിലോ മിഥ്യയായി വന്നുകൂടാ രാമഭാഷിതം തം സമാശ്വാസ്യാം. മിത്രാത്മജൻ രാമഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീ ബുദ്ധ്വാ വിരവോടയക്ക യുദ്ധത്തിനായി.
ശത്രുഘ്നപൂർവജന്മാല്യവും ബന്ധിച്ച് മിത്രാത്മജനെ മോദാലയച്ചിടിനാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.